320 രൂപ മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് നമ്മളിതിൽ വന്നത്. ഫസ്റ്റ് ഇവർ ലാപ്ടോപ്പല്ലായിരുന്നു കൊടുത്തത്, പിന്നെ ഞാൻ ടൂ വീലറിലേക്ക് വന്നു. ഇതിപ്പോൾ കിട്ടാതായപ്പോഴാണ് ഇങ്ങനെ പരാതി വന്നത്. ഇപ്പോൾ 100 ദിവസമാണ് അവർ ടൈം പറഞ്ഞത്. 100 ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ പോലീസ് എന്താ ഇവിടെ നിന്ന് ഇപ്പം പോലീസ് ഇപ്പം നമ്മളിതിൻ്റെ കോർഡിനേറ്റർ കണ്ണൂർ ബ്ലോക്കിൻ്റെ കോർഡിനേറ്റർ പരാതി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ കോർഡിനേറ്റർക്കും പിന്നെ പ്രൊമോട്ടർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കും. നമുക്ക് ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. അന്ന് ഉദ്ഘാടന സമയത്ത് അവരെ കണ്ടിരുന്നല്ലാണ്ട് നമ്മൾ അവരായിട്ട് ഒരു ഇതുമില്ല. പക്ഷെ അവർ പറഞ്ഞ അക്കൗണ്ടിലാണ് നമ്മൾ കേസ് കൊടുത്തത്. അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നല്ല, അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരെയും. ഞാൻ മാത്രമല്ല എല്ലാവരും എൻ്റെ തലത്തിൽ. അതായത് ഒരു സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ പേരിൽ 2 വീലർ പിന്നെ ഹോം അപ്ലയൻസസ് അങ്ങനെയെല്ലാം കൊടുക്കണം. അങ്ങനെയെല്ലാം ഉള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. അത് മാത്രമല്ല ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം അവർ വിതരണം ചെയ്തിട്ടുണ്ട്. തയ്യൽ മെഷീൻ പോലുള്ള സാധനങ്ങളെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ 2 വീലറിന് ഹോം അപ്ലയൻസസിനാണ്. അപ്പോൾ അനന്ത് കുറേ കാലം അവർ പറഞ്ഞ ഒരു 100 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു പറഞ്ഞത്. വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് 100 വർക്കിംഗ് ഡേയ്സ്. ഈ 100 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി എപ്പോഴാ തരിക. അപ്പോൾ ഇവർ ഓരോ അവധി പറഞ്ഞ് അങ്ങ് പോയി. ലാസ്റ്റ് അവർ പറഞ്ഞ അവധിയാണ് ജനുവരി 31 എന്ന് പറയും. ജനുവരി 30 രാത്രി അനന്തകൃഷ്ണൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഈ പ്രൊമോട്ടേഴ്സ്മാരോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു. പക്ഷേങ്കിൽ അവർ പറഞ്ഞത് അപ്പോൾ അനന്തകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് വോയിസ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ അനന്തകൃഷ്ണനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്നാണ് ഈ മോഹനൻ എന്ന് പറയുന്ന അടക്കമുള്ള പ്രൊമോട്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പിന്നെയും അയാളെ ജാമ്യത്തിൽ ഇറക്കാം എന്നുള്ള ഒരു അപ്പം നമ്മളെ കൂടെ നിന്നില്ല. നമ്മൾ കേസ് കൊടുക്കുന്നു, നാളെ പോകുന്ന കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ശനിയാഴ്ച രാവിലെ വരെ നമ്മളെ കുറേ ആൾക്കാരെ പേഴ്സണലി വിളിച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ കേസിന് പോകരുത്, നിങ്ങൾ കേസിന് പോയാൽ അയാൾക്ക് ജാമ്യം കിട്ടില്ല, ജാമ്യം കിട്ടാണ്ടെന്നാൽ പിന്നെയും ലേറ്റ് ആവും, നിങ്ങൾക്ക് വണ്ടിയും കിട്ടില്ല, അപ്പം നിങ്ങൾക്ക് പൈസയും കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ പിടിച്ചിർത്തി. എന്നിട്ട് നമ്മൾ വളാട്ടണം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയി. പക്ഷെ അന്ന് വൈകുന്നേരം വരെ നിന്നിട്ടും ഒരു തീരുമാനം സി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ വരെ അവർക്ക് സമയം കൊടുക്കാം, അവർക്കൊരു തീരുമാനമാക്കാൻ വേണ്ടി. തിങ്കളാഴ്ച രാവിലെ നമ്മൾ വെയിറ്റ് ചെയ്തു. അവരിവിടെ SP ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അടങ്ങുന്ന കുറച്ച് ആൾക്കാർ, ഒരു 400 ചില്ലറ ആൾക്കാർ അടങ്ങുന്ന ഒരു കണ്ണൂരിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ഇതിൽ പറ്റിക്കപ്പെട്ടു, ഇത്ര കോടി രൂപയാണ് പറ്റിക്കപ്പെട്ടത്, അനന്തകൃഷ്ണനാണ് പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം നമ്മളെ കൂടെ നിൽക്കാണ്ട് നമ്മൾ അവർക്കെതിരെ പ്രൊമോട്ടേഴ്സിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു അറിഞ്ഞപ്പോൾ ഇവർ നമ്മളെല്ലാവരും കൂടി ചേർത്തിട്ട് അവർ പെടാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും. നിങ്ങൾ ആർക്കാണോ പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ച ആ പരാതിക്കാരൻ തന്നെ അത്ര വരെ നമ്മളെ കൂടെ അവർ നിന്നിട്ടില്ല. നമ്മളെ കൂടെ നിൽക്കാണ്ട് അവർ പെട്ടെന്ന് അവരെ അടുത്തുനിന്ന് പൈസ പോകുന്നുള്ള രീതിയായപ്പോൾ അവരെല്ലാവരും വേണ്ടി ഇവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇപ്പം നമ്മൾ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, സാർ ആ മോഹൻ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത കംപ്ലൈൻറ്റ് നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പരാതി തരാം, എല്ലാവരുടെ പേരും വെച്ച് ഒരു പരാതി തരാം, അത് വളവട്ടണം സ്റ്റേഷനിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ഓരോരാളെയും ഒന്നിക്കൽ വിളിച്ചിട്ട് മൊഴിയെടുക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒരാളെ വിളിച്ചിട്ട് മൊഴിയെടുക്കും. എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു 3 ആൾ കൂടിയിട്ടുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. ഒരു രേഷ്മ, രാജാമണി, പിന്നെ ഈ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ആൾ കൂടിയിട്ടുള്ള കണ്ണൂർ സീഡ് സൊസൈറ്റിൻ്റെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ഒരു 12 ലക്ഷം രൂപ ഉണ്ടാവാം, ചിലപ്പോൾ 16 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ആവാം. അപ്പോൾ അതിൽ നിന്ന് ഒരു അനുപാതത്തിൽ വീതിച്ച് തരാം എന്നാണ് CA അന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഒരു തീരുമാനം ആക്കിയത്. അതിന് ബുധനാഴ്ച അവർക്ക് ഡേറ്റ് കൊടുത്തു. ഇന്ന് ഡേറ്റ് കൊടുത്തു. ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിട്ട് വരണം. പക്ഷേ ഈ സീഡ് സൊസൈറ്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിട്ട് വന്നിട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്താലേ ഇനി അവർക്ക് എത്ര രൂപ ട്രാൻസാക്ഷൻ നടത്തുന്നുള്ളത് അറിയാൻ പറ്റും. അല്ലാണ്ട് ഈ സീഡ് സൊസൈറ്റിയിൽ ഇത്രയും 10 ഉള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എന്താ കാര്യം? ഇവരെല്ലാം കൈപ്പറ്റിനോടുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പം ഇങ്ങനെ അവിടെ വളവട്ടണ സ്റ്റേഷനിൽ 12, ഇപ്പം പറയുന്നത് 9 ലക്ഷമേ ഉള്ളൂ. അപ്പം ഈ 10,000 ചിലപ്പോൾ 10,000 അടച്ചവർ മാത്രമുണ്ട്. ഹോം സാധനങ്ങൾ മാത്രം അടച്ചവരുണ്ട്, 10,000 അടച്ചവർ മാത്രം. അപ്പോൾ ഈ 10,000 അടച്ചവർക്ക് ചിലപ്പോൾ ഒരു 50 രൂപയോ 100 രൂപയോ കിട്ടി. പക്ഷേ ഈ ശനി തിങ്കളല്ല രാവിലെ മുതൽ രാത്രി 7 മണി വരെ നമ്മൾ വളവട്ടണം പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെ കൊണ്ടുവന്ന ലാഭം ഈ 100 രൂപ, ഈ 60,000 10,000 അടച്ചതിൽ നിന്ന് 100 50 കിട്ടിയിട്ട് എന്താ ലാഭം നമുക്ക്? നമ്മൾ ഈ വണ്ടിക്കൂലിക്ക് ഇത്രയും പോയത് പോലും ആവും. അവിടെ നിന്ന് 6 മാസം അതിനും താഴെ പ്രായമുള്ള കുട്ടീനെ വരെ എടുത്തിട്ട് രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിന്നിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ അഥവാ അടക്കുന്ന പോയാൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിൽ അവരവിടെ നിന്നിട്ടുണ്ട്. അത്രയും ചെറിയ കുട്ടികളെ പോലും എടുത്തിട്ട് നിന്നിട്ടുണ്ട്. എന്നിട്ടോ ഈ അവർക്കൊന്നും മനസ്സിലായിട്ടോ ഒന്നുമില്ല. Single person. There are a lot of people around here who want to complain against this Mohan, who is the chief coordinator of our
Kannur block, and the promoters Sakina, Reena, Sheila, Pushpajan, and DPM Rajamani. But here we are not getting justice from anyone. So we are waiting here to get justice from the Department of Police. So we are here for the justice and we want your support. So please support us. What is the incident? Actually, the incident is cheating. Actually, the promoters and the panchayat members canvassed us. Actually, the panchayat member put a message of a poster which is of 50% subsidy for the poor ones and from the NGO Confederation. And they said that they are using the CRS fund for the project, and that is how we convinced. And they just conducted a meeting to inform us about this project, and that is why we believe this. So I paid 85,750 for the project. This is what happened here. So this is a cheating case. A lot of ladies are cheated by this Mohanan and the promoters. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.